Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ട്ടോ. കോക്കനട്ട് മിൽക്കും കസ്റ്റാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. ആദ്യം ഒരു 3/4 കപ്പ് ഫസ്റ്റ് പാലെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള തേങ്ങയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പും കൂടി തേങ്ങാപ്പാൽ എടുക്കാം. അങ്ങനെ 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൈന ഗ്രാസ് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് പുഡിങ്ങിനുള്ളത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 5 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് മിക്സ് ചെയ്യാനുള്ള പാകത്തിന് നമുക്ക് കുറച്ച് മിൽക്കും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് 3/4 കപ്പ് പാലാണ്. അപ്പോൾ ആ പാലിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് ഈ പൗഡർ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് പാല് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പാല് നമുക്കൊരു പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കസ്റ്റാർഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും. എൻ്റേത് ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കട്ടായിട്ടോ. നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. ഇത് കണ്ടോ, പെട്ടെന്ന് അതുകൊണ്ട് കട്ട പിടിച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് കട്ട പിടിച്ചത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ഫ്ലെയിമൊക്കെ കുറച്ചിട്ടാണെങ്കിൽ കട്ട പിടിക്കില്ല. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ബൗൾസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഈ വലുപ്പത്തിലുള്ള പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കസ്റ്റാർഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ 3 പാത്രത്തിലും നമുക്ക് കസ്റ്റാർഡ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അതിനുശേഷം അത് ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് പുഡിങ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം അതിലേക്കൊരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് നമ്മൾ സ്റ്റൗവിൽ വെച്ചാൽ തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ നമുക്കത് ഇറക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ കോക്കനട്ട് മിൽക്ക് പുഡിങ്ങും തയ്യാറായിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വെക്കാം. ആ സമയത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ പാത്രം എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബൗളിലെ കസ്റ്റാർഡ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ആ കോക്കനട്ട് മിൽക്ക് പുഡിങ് നമുക്ക് അതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുത്തനെ നമ്മൾ പാത്രം ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് സാവധാനം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ളൊരു ഷേപ്പിലായിരിക്കട്ടെ നമുക്ക് കിട്ടാം. ഇനി ബാക്കിയുള്ള 2 ബൗളുണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒരു നീളമുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ 2 ഭാഗത്തായിട്ട് ഞാൻ ഈ കസ്റ്റാർഡ് പുഡിങ് വെച്ച് കൊടുത്തിട്ട്, ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഇങ്ങനൊന്നും ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. വെറുതെ 2 എണ്ണം ബാക്കിയായപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് അങ്ങനെ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ ജോക്കറിൻ്റെ ഒരു ഇതിൽ എത്തിയത്. ജോക്കർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ ഒരു ജോക്കറിൻ്റെ
രൂപ കായ് ഉണ്ടായിരുന്നു. യെല്ലോ കളർ 2 എണ്ണം വെച്ചപ്പോൾ ഒരു കണ്ണ് പോലെ ആയല്ലോ. അപ്പോൾ കൃഷ്ണമണി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഐബ്രോസും ചുണ്ടൊക്കെ വരച്ചു കൊടുത്തു. ഈ മോഡൽ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ 2 കസ്റ്റാർഡ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ചിലർക്ക് കസ്കസ് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലിപ്പിന് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ട്രോബെറി എസൻസ് ആണ്. അപ്പോൾ ഞങ്ങളിതൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ലാസ്റ്റ് ബാക്കിയായപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതൊരു ജോക്കർ രൂപമായപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയാണ് ഇതിനാ പാട്ട് വെച്ചെടുക്കണം അല്ലേ? അപ്പോൾ എൻ്റെ ഈ ജോക്കർ പുഡിങ്ങും കസ്റ്റാർഡ് കൊക്കനട്ട് മിൽക്ക് പുഡിങ്ങും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.